വേണം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വിശ്വസിച്ച് ചുമ്മാ പോയി ചാടരുത്. നല്ലപോലെ പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോവുക. ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇൻഡിവിജ്വൽ ക്ലാസ് വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് ജർമ്മനിയിലെ ഓട്ടോബാൻ, അതായത് ഈ റോഡിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയായിരിക്കും, ഈ റോഡിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എൻ്റെ ഇവിടുത്തെ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഇൻഫർമേഷൻസ്, അതായത് എങ്ങനെയാണ് ജർമ്മനി ഞാൻ വന്നത്, പിന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. എന്തായാലും ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ പോവുകയാണ്. രാവിലെ ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 7 മണിയായി. 8 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിൽ ചെല്ലണം. അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വഴിയേ കാണും. ഓക്കെ, അങ്ങനെ രാവിലത്തെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇപ്പം രാവിലെ ഇവിടെ 7 മണിയായി, 7:20. ഇപ്പം 8 മണി മുതലാണ് എൻ്റെ ജോലി. പിന്നെ ഇവിടെ ടൈമിംഗ് ഒക്കെ പക്ക പഞ്ചലാണ്. 8 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തും. അപ്പം എന്തായാലും പോട്ടെ, ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ ജോലിക്ക് പോകുന്ന വഴി. വളരെ അടിപൊളിയാണ് കാണാൻ. Direkt aus dem Nomen und dem Verb ergibt. Und außerdem gibt es auch Unterschiede zwischen den Sprachen. Auf Englisch kann I ask you a question. ഇപ്പൊ ഈ കാണുന്നതാണ്, ഇതാണ് ഇവിടുത്തെ റാത്ത് ഹൗസ്. റാത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പഞ്ചായത്ത് ഓഫീസില്ലേ, അതിലത്തെ ഓഫീസാണ്. സാധാരണ ഇത് ഭയങ്കര വലുതാണ്. ഇതിപ്പോൾ ചെറിയൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ വളരെ ചെറുതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ നോക്ക്, സ്പീഡ് ലിമിറ്റ് 30. എൻ്റെ വണ്ടിയിൽ സ്പീഡ് ലിമിറ്റ് 30. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. അതായത് കറക്റ്റായിട്ട് ലാസ്റ്റ് വീഡിയോ നമ്മളൊരു സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞില്ല, സൈക്കിൾ കാണുമ്പോൾ ഇത്ര ഇതിൽ ഓവർടേക്ക് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഇത് നോക്ക്, സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് നമ്മൾ കാണത്തു പോലും ഇല്ല നോർമലി. അതിപ്പോൾ ഇവിടെ 30 കണ്ടോ, 30 സ്പീഡ് ലിമിറ്റ്. ഇവിടെ പോകുന്ന വണ്ടികളെല്ലാം പയ്യാണ് പോകുന്നത്, 30 സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ സാധാ റോഡിൽ കൂടിയുള്ള റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിൽ എത്തി. മെയിൻ റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഓട്ടോബാൻ. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കും ഓട്ടോബാനെ പറ്റി. ഓട്ടോബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ പണിഞ്ഞൊരു സംഭവമാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. എല്ലാ വണ്ടിയും അൺലിമിറ്റഡ് സ്പീഡിലാണ് പോകുന്നത്. ചില പോയിന്റിൽ മാത്രം, അതായത് ഒരു 10% പോയിന്റ് മാത്രമേ ഉള്ളൂ സ്പീഡ് ലിമിറ്റ്. ബാക്കി റോഡിലൊന്നും സ്പീഡ് ലിമിറ്റ് ഇല്ല. വണ്ടികളൊക്കെ പറന്നാണ് ഇതുവഴി പോകുന്നത്. ഏകദേശം 150 കിലോമീറ്റർ സ്പീഡ്, ഇല്ലെങ്കിൽ 200, ഇതിനിടയ്ക്കാണ് ഈ ലൈനിൽ കൂടി വണ്ടികൾ പോകുന്നത്. ഇത് പിന്നെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വണ്ടിക്കുള്ളതാണ്. 80 കിലോമീറ്റർ സ്പീഡിലുള്ള ട്രക്കുകൾ, ബസ്സുകൾ നോർമൽ ബസ്സുകൾ ഈ റോഡിൽ കൂടി അങ്ങനെ ഇല്ല. ഫ്ലിക്സ് ബസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇതുവഴി. ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. അതായത് കുറച്ച് മുമ്പ് വരെ നിങ്ങൾ കണ്ടതാണ് അത്യാവശ്യം സണ്ണി ആയിട്ട് വന്നതാണ്, അതായത് സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന കണ്ടതാണ്. പക്ഷെ കണ്ടില്ലേ, പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. പെട്ടെന്ന് നല്ല മഴയായി, നല്ല മഴക്കോളായി. ഇതാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പം എൻ്റെ ഓഫീസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഓഫീസ് നിൽക്കുന്ന ലൊക്കേഷനാണിത്. അതായത് ഇവിടെ ഒരു പഴയ ഒരു കാസ്റ്റിലുണ്ട്. ആ കാസ്റ്റിലിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് എൻ്റെ ഓഫീസ്, തൊട്ട് താഴെയാണ് എൻ്റെ ഓഫീസ്. അപ്പം ഇതാണ് എൻ്റെ ഓഫീസ്, ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥലം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇമെയിൽസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞാണ് ബാക്കി പരിപാടികളെല്ലാം. ഞാനിപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫേമിൽ തന്നെയാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് കുറേ പേര് വ്ളോഗൊക്കെ ഇടുമ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് എങ്ങനെയുണ്ട് ജർമ്മനി, അതായത് എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം വ്ളോഗ് ഇടാൻ തുടങ്ങിയപ്പം മുതൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയുള്ള കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് ജർമ്മനി വരാനുള്ള പ്രൊസീജിയർ, എന്താണ് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ, നീ ഇപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം കാണുന്നവർ കാണട്ടെ, അവർക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2024 ജർമ്മനിയിൽ വരുന്നത്. 2024 ഞാൻ ജർമ്മനി വരുന്നത് ഞാൻ സ്പൗസ് വിസയിലാണ്. ഞാൻ അതിനു മുമ്പ് കുറച്ച് നാൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അബുദാബിയിൽ UAE വർക്ക് ചെയ്തിട്ടുണ്ട്. UAE ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജർമ്മനി വരുന്നതിൻ്റെ ഒരു പ്ലാന് ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള കുറേ പേര് എന്നോട് ചോദിച്ചു, ജർമ്മനിയിൽ അതിന് സിവിൽ ഫീൽഡിൽ വേക്കൻസീസ് ഉണ്ടോ, സിവിൽ എഞ്ചിനീയേഴ്സിന് വേക്കൻസീസ് ഉണ്ടോ? കാര്യം ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കാറുകൾ, പിന്നെ ജർമ്മൻ കാറുകൾ, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ഇല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞത്. ഒരിടത്തേക്ക് നീ സിവിൽ ഫീൽഡുമായിട്ട് പോയാൽ അവിടെ ജോലി ഉണ്ടോ, അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ കുറേ സ്റ്റഡീസൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ജോബ് വേക്കൻസീസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല, ഇപ്പോൾ ജർമ്മനിയിൽ അല്ലാതെ വന്നിട്ട് നോക്കുമ്പോൾ ഒന്നും ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ജോലി വേണമെങ്കിൽ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് വേണം. ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്ക്, സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം. അതായത് പുതിയതായിട്ട് വരുന്ന ജനറേഷനിലുള്ളവർക്കും ഒരു 50-ൽ താഴെയുള്ള കുറേ പേർക്കും ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അവർക്ക് സംസാരിക്കാൻ അറിയാം. അവർ നല്ലപോലെ നമ്മളെക്കാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പം ഓൾഡ് ജനറേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനി അറിയത്തുള്ളൂ. പിന്നെ ഇവിടെയുള്ള ഇപ്പം 50-ൽ താഴെ 50-ൽ താഴെ ഏജ് ഉള്ളവരാണെങ്കിലും അവർ ജർമ്മൻ സംസാരിക്കുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്നിട്ടേ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കുള്ള പ്രിഫറൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. എൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് നേരത്തെ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ സ്പൗസ് വിസയിലാണ് വന്നതെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ജർമ്മനിയിലോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. ജർമ്മൻ ലാംഗ്വേജ് നാട്ടിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള ക്ലാസ് വെച്ച് ഞാൻ UAE നിന്ന് പഠിച്ചു. ഏകദേശം 1 വർഷം എടുത്ത് ഞാൻ പഠിക്കാൻ. ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പറയും ഞങ്ങൾ 6 മാസം കൊണ്ട് ജർമ്മൻ പഠിപ്പിക്കുന്നു, ഞങ്ങൾ 5 മാസം കൊണ്ട് ജർമ്മൻ B2 വരെ പഠിപ്പിക്കുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ വിശ്വസിച്ച് ചുമ്മാ പോയി ചാടരുത്. നല്ലപോലെ പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോവുക. ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇൻഡിവിജ്വൽ ക്ലാസ് വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് 1 ഇയർ നല്ലപോലെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റും. ജർമ്മൻ വൊക്കാബ് പഠിക്കുക, അങ്ങനെ പഠിച്ച് വേർഡ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. എന്നിട്ട് എക്സാം എഴുതുക. നമുക്കറിയാം നാട്ടിലിപ്പോൾ ഡേറ്റ് കിട്ടാൻ, എക്സാം പഠിക്കുന്നതിനേക്കാൾ പാടാണ് എക്സാം ഡേറ്റ് കിട്ടാൻ. അപ്പോൾ എങ്ങനെയും എക്സാം ഡേറ്റ് എടുത്ത് ഫസ്റ്റ് ട്രൈ തന്നെ ജർമ്മൻ എക്സാം, ലാംഗ്വേജിൻ്റെ B2 എക്സാം പാസ്സാവാൻ നോക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഫസ്റ്റ് ട്രൈ തന്നെ B2 എല്ലാ മൊഡ്യൂളും എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 ഇയർ ലാംഗ്വേജ് ഓൾമോസ്റ്റ് പഠിച്ചു. ഞാൻ ജോലിയുടെ കൂടെ തന്നെ, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ആയിരുന്നു, ജോലി കഴിഞ്ഞ് വന്നായിരുന്നു ലാംഗ്വേജ് പഠിക്കുന്നത്.
അങ്ങനെ B2 എല്ലാ മൊഡ്യൂളും കിട്ടി. ഞാൻ ജർമ്മനി വന്നു. ആദ്യത്തെ ഒരു മാസം എനിക്കറിയില്ല എങ്ങനെയാണ്, എവിടെ തുടങ്ങണം, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ലിങ്ക്ഡിൻ നേരത്തെ ഞാൻ ആക്റ്റീവായിട്ട് വയ്ക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ ലിങ്ക്ഡിൻ ത്രൂ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ തുടങ്ങി. ലിങ്ക്ഡിൻ ഇന്ത്യയുടെ എല്ലാം തുടങ്ങി. പക്ഷേ ലിങ്ക്ഡിൻ ത്രൂ ആണ് എനിക്ക് കോൾസ് എല്ലാം വന്നിട്ടുള്ളത്, മെസ്സേജുകൾ വന്നിട്ടുള്ളത്. ആദ്യമേ എനിക്ക് ഒരു കോളും വരുന്നില്ല. ആദ്യത്തെ 2-3 വീക്സ് എനിക്ക് ഒരു കോളോ മെസ്സേജോ ഒന്നും വരുന്നില്ല. പിന്നെ റിജക്ഷൻ എന്ന് പറഞ്ഞ്, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ CV റിജക്റ്റ് ആണ്, നിങ്ങൾക്ക് ജർമ്മൻ എക്സ്പീരിയൻസ് ഇല്ല, അതായതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിജക്ഷൻ വരാൻ തുടങ്ങി. പിന്നെ അപ്പം ഞാൻ ചിന്തിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ CV ഒക്കെ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ്, B2 വരെ പഠിച്ചതിൻ്റെ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വെച്ച് അയച്ചാൽ അവർ വിളിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അയക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേയധികം കോളുകൾ വന്നു തുടങ്ങി. ആദ്യത്തെ കോളൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരക്ഷരം പോലും നേരെ മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ഒരു 3-4 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് ലാംഗ്വേജ് അവർ ചോദിക്കുന്നത്, എന്താണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അതിനു വേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എവിടെയെങ്കിലും കയറണമല്ലോ, അതിനുവേണ്ടി ഞാൻ എല്ലാ പരിപാടിയും നോക്കി. ഞാൻ എഴുതി വെച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജർമ്മനിയിൽ എഴുതി വെച്ചിട്ട് അവർ വിളിക്കുമ്പോൾ ഞാൻ അത് വെച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു. അങ്ങനെ കുറേ ഇൻ്റർവ്യൂ ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 40 to 50 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു 2 months. അതിൽ ഒരു 4-5 ജോബ് എനിക്ക് ഏകദേശം ഓക്കെ ആയി. വിളിച്ച എല്ലാ ജോലിയിലും അവർ ആദ്യമേ ഇപ്പം ഞാൻ ചിലയിടത്ത് എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല മീൻസ് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അവരെന്താണ് ആ പറഞ്ഞ വേർഡെന്ന് എനിക്ക് ചിലത് മനസ്സിലാവാത്തത്. അന്നേരം ഞാൻ അവരോട് ചോദിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കുക. അന്നേരം അവർ പറയും സോറി, ഞങ്ങൾക്ക് ജർമ്മൻ അറിയാവുന്ന ആളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേ പിന്നെ ഞാനിരുന്ന് കുറേ വൊക്കാബ്സും അതും ഇതും ഒക്കെ ഈ സമയത്ത് ഇതിനിടയ്ക്കിരുന്ന് പഠിച്ചു. അങ്ങനെ എനിക്ക് കുറേ ഇൻ്റർവ്യൂസ് ഞാൻ സെലക്ട് ആയി. 4-5 ഇൻ്റർവ്യൂസ് ഞാൻ സെലക്ട് ആയി. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ജോലിയാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉള്ള സ്പൗസസിൽ നിന്ന് ഞാൻ ബ്ലൂ കാർഡിലേക്ക് മാറുന്നു. ഇപ്പോൾ ഉള്ള ഇതിൽ നിന്ന് സ്പൗസസ് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഇവിടെ വന്നൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, സ്പൗസസെ വന്നാൽ നമുക്ക് ഇവിടെ വന്നൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ വിസ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ബ്ലൂ കാർഡ് വിസ കാറ്റഗറിയിലേക്ക് മാറാം. ഈ ബ്ലൂ കാർഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പറയേണ്ട ഒരു കാര്യമാണ്. ബ്ലൂ കാർഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ്, അതായത് ഇവിടെ സ്കിൽഡ് വർക്ക് കാറ്റഗറി വരുന്നവർക്കൊക്കെ ഇവർ ഈ ബ്ലൂ കാർഡ് കൊടുക്കാറുണ്ട് ജർമ്മനി. അതായത് അതൊരു 4 years വിസയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ബ്ലൂ കാർഡ് എന്ന് പറയും അതിന്. നമുക്കൊരു നല്ല പാക്കേജ് ഉണ്ട്, നല്ല സാലറി ഉണ്ട്, നമ്മൾ പഠിച്ച ഫീൽഡ്. നമ്മളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഞാനൊരു സിവിൽ എഞ്ചിനീയറായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയകളുണ്ട് അവരുടെ. അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജോബ് കോൺട്രാക്റ്റ് വെച്ച് നമുക്ക് നമ്മുടെ വിസ ഓഫീസിൽ മെയിൽ അയക്കാം, എനിക്കിതുപോലെ ഒരു ജോബ് കോൺട്രാക്റ്റ് ഉണ്ട്, എനിക്കിതുപോലൊരു ജോലിയുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്ന സാലറി ഉണ്ട്. അതായത് ഇതിനൊരു റിക്വയർഡായിട്ട് ഒരു സാലറി ഉണ്ട്. അപ്പം ആ സാലറി മെയിലുണ്ടെങ്കിലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അവരോട് ഇൻഫോം ചെയ്യുന്നു, മെയിൽ അയച്ച് നമ്മൾ ഇൻഫോം ചെയ്യുന്നു എനിക്കിതെല്ലാം ഉണ്ട്, അപ്പം ഞാൻ സ്പൗസ് ചെയ്യുന്ന ബ്ലൂ കാർഡിലേക്ക് മാറാൻ ഞാൻ വില്ലിങ് ആണ്, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയക്കി അവർ ക്രോസ് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ബ്ലൂ കാർഡിലേക്ക് മാറാൻ പറ്റും. ബ്ലൂ കാർഡിൽ മാറിക്കഴിഞ്ഞാലുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് 1 year കഴിഞ്ഞ് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ പോയി വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പെട്ടെന്ന് PR കിട്ടും. PR കിട്ടാനുള്ള ഏറ്റവും ക്വിക്കായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഈ ബ്ലൂ കാർഡ് എന്ന് പറയുന്നത്. ബ്ലൂ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് B1 ലെവൽ ഉണ്ടെങ്കിൽ, മിനിമം B1 ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 21 months നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കതല്ല, ബേസിക് ലെവൽ ഓഫ് ജർമ്മനേ ഉള്ളൂ, അതായത് A1 ലെവലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 33 months നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വിസ അങ്ങനത്തെ രീതിയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും ജർമ്മനി വരാൻ പ്ലാനുള്ളവരാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, അതായത് ഈ കൺസ്ട്രക്ഷൻ, സിവിൽ ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ വരുമ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഒരു മസ്റ്റായിട്ട് ഒട്ടുമിക്ക കമ്പനീസും ചോദിക്കാറുണ്ട്.
അപ്പം നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് ആദ്യത്തെ 6 മാസം ചില വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ട് 1 വർഷം ഓടിക്കാൻ പറ്റും. അത് നമ്മൾ ഇൻ്റർനാഷണൽ എടുത്താലും നമുക്ക് സാധാ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന ലൈസൻസ് ആണെങ്കിലും നമുക്കത് വെച്ച് 6 മാസമേ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റൂ. 6 മാസം കഴിഞ്ഞ് നമ്മൾ ജർമ്മൻ ലൈസൻസ് എടുക്കണം. അപ്പം നമ്മൾ ജർമ്മനി വന്ന് ലാൻഡ് ചെയ്ത ഉടനെ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങണം. അതായത് ജർമ്മൻ ലൈസൻസ് എടുക്കാനുള്ള പ്രൊസീജിയർ തുടങ്ങണം. സിവിൽ ഫീൽഡിൽ മസ്റ്റായിട്ട് ഇതുണ്ടെങ്കിൽ വർക്കൗട്ട് ആവുമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. ഞാൻ വന്ന ഉടനെ തന്നെ അതിനുള്ള ലൈസൻസിനുള്ള പ്രൊസീജിയറും തുടങ്ങി. എന്നെ കമ്പനീസ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 6 മന്ത് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാം, അതിനുള്ളിൽ ഞാൻ ജർമ്മൻ ലൈസൻസ് എടുത്തോളാം എന്ന് കമ്പനിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ എഗ്രി ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ജോലിക്ക് കയറിയത്. പിന്നെ 6 മന്ത് എന്നുള്ളത് എനിക്കൊരു ഇവിടുത്തെ കുറേ പ്രൊസീജിയറുകളെല്ലാം പിന്നെ ഒരു ഡിലേ വന്നു, പിന്നെ ഞാൻ ലൈസൻസ് ടെസ്റ്റ് ഫെയിലായി, ഇങ്ങനെയുള്ള റീസണുകളൊക്കെ കാരണം എനിക്കതൊരു 6 മന്ത് എന്നുള്ളത് ഒരു 8 മന്ത്സ് എടുത്തു എനിക്ക് ജർമ്മനി വന്നിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി. അപ്പം അതുകൂടി ഉണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ബെനിഫിറ്റാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലാംഗ്വേജും പഠിച്ച് ലൈസൻസും ഉണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിവിൽ ഫീൽഡിലൊക്കെ നമുക്ക് നല്ല ജോലി ചാൻസ് ഉണ്ട്. ഇപ്പം മെക്കാനിക്കലും കമ്പ്യൂട്ടർ ഫീൽഡാണെങ്കിലും നേരത്തെയൊക്കെ എല്ലാവരും പറയുന്നത് കമ്പ്യൂട്ടർ ഫീൽഡിൽ ഇംഗ്ലീഷ് മതി, കാര്യം ജർമ്മൻ്റെ ആവശ്യമില്ല, ജർമ്മൻ എന്തിനാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളവർ ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ഓഫീസിലൊക്കെ അവർക്കിപ്പം കൂടുതലുള്ള ജർമ്മൻസൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവരോട് സംസാരിക്കാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമുണ്ട്. അപ്പം ഏത് ഫീൽഡാണെങ്കിലും ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും നോക്കുകയും ചിന്തിച്ച് ഇതൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി പെട്ടെന്ന് ചാടി കയറി വരാതെ, ഏജൻസികളൊക്കെ പറയുന്നത് കേട്ട് പെട്ടെന്ന് ചാടി കയറി വരാതെ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടും. പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ. പക്ഷേ ആ സ്കില്ലിൻ്റെ കൂടെ ലാംഗ്വേജ് കൂടെ നോക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇനി ബാക്കി ജോലിയിലേക്ക് പോട്ടെ. അപ്പം ഇന്ന് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓട്ടോബാനിക്കൂടി വന്നപ്പോൾ അത്യാവശ്യം റെയിനി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും റെയിനി ആയിട്ടുള്ള വെതറാണ്. അപ്പോൾ സൈറ്റിൽ വർക്കൊന്നുമില്ല, അപ്പം ഓഫീസിൽ തന്നെയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ ഇനിയും കാണാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ജർമ്മനിയിലെ എൻ്റെ ഒരു വർക്കിംഗ് ഹവേഴ്സ് ഇതല്ല, എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു, നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പോൾ വൈകിട്ട് നോക്ക് വെതർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ടായി. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും നാണ്ടെ കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം ഇന്ന് ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പം ഓഫീസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇനി എന്തായാലും ഇറങ്ങുവാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഫുള്ള് കൺസ്ട്രക്ഷൻ്റെ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. ഓക്കെ, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ ഞാൻ പറഞ്ഞില്ലേ, അതും തൊട്ടിപ്പുറത്ത് ഓഫീസിന് തൊട്ട് പുറയിൽ ഇതുപോലെ റെയിൽവേ ആണ്. അപ്പം ഇതൊക്കെയാണ് ഓഫീസിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. ഇതൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ സൈറ്റിൽ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫീസിലൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഫുള്ള് ഓഫീസിൽ ഡോക്യുമെൻറ്റേഷൻ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പം ലിൻഡ ആണെങ്കിൽ നാട്ടിൽ പോയിരിക്കുകയാണ് ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടി. ഇനി ഒരു 2 വീക്സ് കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തന്നെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ അത്രത്തോളം ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ഇട്ടത്. അപ്പം എല്ലാവരും മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഓക്കെ, ബൈ. കൂടുതൽ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.